എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി മൊത്തത്തിൽ വേണ്ട, ഇതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ തക്കാളിയുടെ പകുതി അളവിൽ ഉള്ളി, അതായിരിക്കും ഒരു കണക്ക്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തക്കാളി, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഉള്ളിയൊക്കെ ഒരു റഫായിട്ട് അരിഞ്ഞേക്കുന്നത്, വെളുത്തുള്ളി മാത്രം കുറച്ച് ചെറുതായിട്ടൊന്ന് അരിയുക, എന്നാലേ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ അങ്ങും ഇങ്ങും ഒക്കെ ആ വെളുത്തുള്ളി അങ്ങനെ കിടക്കും. പിന്നെ ഇത് ഇത്രയും കൂടെ നമുക്കൊരു മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഒരു 3 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിയുള്ള വറ്റൽമുളകാണ്, അപ്പോൾ അതുകൊണ്ടൊരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അതും വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല. ഈ ഒരു റെസിപ്പിക്ക് എരി കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും നല്ല ടേസ്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം, വളരെ ചെറിയൊരു കഷ്ണം മതിയാവും. അപ്പോൾ പിന്നെ പുളി വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കഷ്ണം തന്നെ ഇതിന് കറക്റ്റ് അളവാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, ഈ തക്കാളിയിലുള്ള വെള്ളമെല്ലാം കൂടി ചേർന്ന് തന്നെ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത്, ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒരു 1/4 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, ഉഴുന്നും നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലൊരു ചെറിയ തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത്രയും മതിയാവും. ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലും സെർവ് ചെയ്യാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും തക്കാളി ഉള്ളിയൊക്കെ എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം ഞാനിന്നത് ഇഡ്ഡലിയുടെ കൂടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.